നമസ്കാരം. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കി, രണ്ടാം പിണറായി വിജയൻ സർക്കാരും കാലാവധി പൂർത്തിയാക്കുന്നു. ഇനി കേവലം ഒരു വർഷം കൂടി മാത്രമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്നും ഒഴിയാനുമായി ബാക്കിയുള്ളത്. എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ ആദ്യം ശരിയാക്കിയത് VS അച്യുതാനന്ദൻ എന്ന തലമുതിർന്ന നേതാവിനെ തന്നെയായിരുന്നു. VS അച്യുതാനന്ദൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയ ഇടതുപക്ഷം ആദ്യം തന്നെ VS അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി മൂലക്കിരുത്തി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങളും ധരിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, എല്ലാം ശരിയാകും. ഓരോന്നോരോന്നായി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ പൊതുകടം 12 ലക്ഷം കോടിയാണ് എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. എന്നാൽ ഇനിയും സ്ഥിരീകരിക്കാൻ പറ്റിയ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഇതിലും സംഖ്യ വലുതാകാം, ചിലപ്പോൾ നേരിയ വ്യത്യാസത്തിന് കുറവാകാം. എന്തായാലും ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ കടം വരുത്തി വച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ സർക്കാർ പുറത്തു പോകുമ്പോൾ കേരളത്തിൻ്റെ ശരാശരി കടം ഏതാണ്ട് 12 ലക്ഷം കോടിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതങ്ങനെ ഇവിടെ നിൽക്കട്ടെ. എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പുറത്ത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ ജയിലുകളിൽ കഴിയുന്ന ആളുകൾക്കും കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കരുതുന്നുണ്ടാവും ജയിലിലെ ഭക്ഷണ രീതികളും അല്ലെങ്കിൽ അവരുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചായിരിക്കും പറഞ്ഞു വരിക എന്നുള്ളത്. ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. എന്നാൽ ഭക്ഷണക്രമത്തെക്കുറിച്ചല്ല പറയുന്നത്. പുറത്ത് നമ്മൾ സ്വതന്ത്രരായി നടക്കുന്ന മനുഷ്യർ ഏതെല്ലാം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുവോ അതെല്ലാം ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രമാദമായ കൊലപാതക കേസുകളിൽ പെട്ട് കഴിയുന്ന പ്രതികൾക്കും വലിയ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകളിൽ പെട്ട് കഴിയുന്ന പ്രതികൾക്കും പുറമെ ഒരു മനുഷ്യന് കിട്ടുന്ന, സ്വതന്ത്രനായി നടക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ, ഞെട്ടിക്കുന്ന വാർത്തകൾ ഇത് തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വലിയൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഒരു പറ്റം ആളുകൾ അവരെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വിതരണ ശൃംഖലയുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഒരു ശൃംഖല തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ജയിലിനകത്ത് മദ്യവും പുകയിലയും ലഹരി വസ്തുക്കളും കഞ്ചാവ് ബീഡികളും സുലഭമായി കിട്ടും എന്ന് തന്നെ സാരം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ജയിലിൽ ഇപ്പോൾ എല്ലാവർക്കും, അതായത് പ്രമുഖരായ പ്രമാദമായ കേസുകളിൽ പെട്ട് കഴിയുന്ന കുപ്രസിദ്ധരായ തടവുകാർക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ സൗകര്യം ലഭ്യമാണ് എന്നുള്ളതാണ്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പുറമെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണിയാളന്മാർക്ക് വിളി പോകുന്നു. ഇവിടെ ഇത്ര മദ്യം ആവശ്യമുണ്ട്, ഇത്ര ബീഡികൾ ആവശ്യമുണ്ട്, ഇത്ര ലഹരി വസ്തുക്കൾ ആവശ്യമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നു. ചെറിയ മൊബൈൽ ഫോണുകളും ആവശ്യപ്പെടുന്നു. കാരണം കൂടുതൽ ചാർജ് നിൽക്കുന്നതിന് കീപാഡ് പോലെയുള്ള മൊബൈൽ ഫോണുകളാണ് നല്ലത്. ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ചാർജ് നിലനിൽക്കില്ല. അതുകൊണ്ട് ചെറിയ ഫോണുകൾക്കും കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഡിമാൻഡ് കൂടുതലാണ്. ഇങ്ങനെ ജയിലിൽ നിന്നും കുറ്റവാളികൾ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘം പുറത്തുള്ള മാഫിയ സംഘത്തിന് നിർദ്ദേശം കൊടുക്കുന്നു. അവർ കള്ളും കഞ്ചാവും ലഹരി വസ്തുക്കളും ബീഡികളുമെല്ലാം കൃത്യമായി തന്നെ ജയിലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ എത്തിച്ചു കൊടുക്കുന്നതിനും കൃത്യമായ ചില രീതികളുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ദേശീയ പാതയോട് ചേർന്ന വലിയ മതിൽക്കെട്ടിൻ്റെ പുറമെ നിന്ന് തന്നെയാണ് ജയിലിലേക്ക് സാധന സാമഗ്രികൾ എറിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുവാൻ വേണ്ടി ജയിലിലുള്ള മാഫിയ സംഘവും പുറമെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മാഫിയ സംഘവും മൊബൈലിലൂടെ പരസ്പരം സമയം പറഞ്ഞുറപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കോ ഒക്കെയാണ് സമയം പറഞ്ഞുറപ്പിക്കുക. ഈ സമയത്ത് പുറമേ നിന്നുള്ള ആളുകൾ വേണ്ടത്ര സാധന സാമഗ്രികളുമായി, അതായത് മദ്യവും കഞ്ചാവ് ബീഡികളും ലഹരി വസ്തുക്കളും മൊബൈലുമായി ആവശ്യമുള്ളത്ര വസ്തുക്കളുമായി പുറമെ ജയിലിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. ഈ സമയം കൃത്യമായി ജയിലിനകത്തുള്ള മാഫിയ സംഘങ്ങൾ പുറത്തേക്ക് ചെറിയ കല്ലുകൾ ഇടുന്നു. 2 or 3 കല്ലുകൾ വീഴുന്നതാണ് സൂചന.
ആ സൂചന കിട്ടിക്കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ആളുകൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, ഇപ്പോൾ മദ്യമാണെങ്കിൽ കുപ്പികൾ പൊട്ടാതെ തന്നെ വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് അത് അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അകത്തുള്ള മാഫിയ സംഘങ്ങൾ അത് എടുത്തുകൊണ്ടുപോയി എല്ലാവർക്കും ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് ആരൊക്കെയാണോ ഓർഡർ ചെയ്തത് അവർക്കെല്ലാം കൃത്യമായി വിതരണം ചെയ്യുന്നു. ഇങ്ങനെ പുറമേ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന 7 ജോലിക്കാർക്ക്, ഒരു ജോലിക്കാരന് 1000 രൂപയാണ് ശമ്പളം. ഈ ശമ്പളം കൊടുക്കുന്നത് ഈ ജയിലിൽ നിന്നും ഗൂഗിൾ പേ വഴി എറിഞ്ഞു കൊടുക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കോ ആണ് എന്നുള്ളതും ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ്. ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്ത് നിന്ന് 2-3 ചെറുപ്പക്കാരെ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേര് ഓടി രക്ഷപ്പെട്ടു. അതിൽ പനങ്കാവ് സ്വദേശിയായ അക്ഷയ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റിലാവുകയും അയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഇത്തരം വസ്തുതകൾ പുറത്തു വന്നത്. എന്തിനാണ് ജയിൽ പരിസരത്ത് ചുറ്റിക്കറങ്ങി നടന്നത് എന്നുള്ള ചോദ്യത്തിനാണ് താൻ ജയിലിനുള്ളിലേക്ക് മദ്യവും കഞ്ചാവ് ബീഡികളും മൊബൈൽ ഫോണുകളും എല്ലാം ഇങ്ങനെ നിരന്തരം എറിഞ്ഞു കൊടുക്കുന്ന ജോലിക്കാരനാണ്, തന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ന ഒരു സംഘമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അക്ഷയ് വിവരം നൽകുകയായിരുന്നു. ജയിൽ അധികൃതർ അറിയാതെ ഇത്തരം ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് സുവ്യക്തം തന്നെയാണ്. ജയിൽ അധികൃതർക്ക് ഇതിന് കൃത്യമായ പങ്കുണ്ട്, അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇതിലും ഞെട്ടുന്ന മറ്റൊരു വസ്തുതയാണ് അക്ഷയ് വെളിപ്പെടുത്തിയത്. അതായത് മാഹിയിലും പരിസര പ്രദേശങ്ങളിൽ ലഭിക്കുന്ന 400 രൂപ വിലയുള്ള മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് ജയിലിലേക്ക് സുരക്ഷിതമായി അത് എത്തിക്കുകയാണെങ്കിൽ ജയിലിൽ ഈ മദ്യം വിൽക്കുന്നത് ഏതാണ്ട് 4000 രൂപ വരെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു കെട്ടി ബീഡിക്ക് 200 രൂപയാണ്. 20-ഓ 30-ഓ അല്ലെങ്കിൽ 40-ഓ രൂപയുള്ള ഒരു കെട്ട് ബീഡിക്ക് ജയിലിൽ വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. കഞ്ചാവ് ബീഡിക്ക് 500 രൂപയും. ഇങ്ങനെയാണ് വില പട്ടിക. ആലോചിച്ച് നോക്കണം. സ്വതന്ത്രരായി പുറമേ നടക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിൽ, തുറന്ന ജയിലിൽ കഴിയുന്ന, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, 4 ചുവരുകൾക്കുള്ളിൽ മാത്രമാണ് അവർ ജയിൽവാസം അനുഭവിക്കുന്നത്. വൈകുന്നേരം സെല്ലിൽ കയറണം, രാവിലെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. ബാക്കി എല്ലാവിധ സ്വാതന്ത്ര്യവും സുഖ സൗകര്യങ്ങളും അവർക്ക് അവിടെ ലഭ്യമാകുന്നു എന്നാണ് ഇപ്പോൾ പനങ്കോട് സ്വദേശിയായ അക്ഷയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. CPM-മായി ബന്ധപ്പെട്ട TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയാണ് അവിടെ ഇത്തരത്തിൽ ജയിലിൽ മൊബൈലുകൾ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് നേരത്തെ കണ്ടെത്തിയത് തന്നെയാണ്. ഇത്തരം ചില സംഘങ്ങൾ തന്നെയാണ് ജയിലിലെ പല കാര്യങ്ങളും ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അവർക്ക് കൃത്യമായി പുറമേ നിന്ന് സഹായം എത്തിക്കാൻ പുറത്ത് ഒരു വലിയ സംഘമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ തലശ്ശേരിയിൽ ഒരു വലിയ പ്രമുഖ ഹോട്ടലിൻ്റെ അങ്കണത്തിൽ വെച്ച് മദ്യപിക്കുന്ന ഒരു വിഷ്വൽസ് നമ്മൾ കാണുകയുണ്ടായി, വീഡിയോ ദൃശ്യം പുറത്തു വരികയുണ്ടായി. ജയിലിനുള്ളിലുള്ള ആളുകൾക്ക് ജയിലിന് പുറത്തുള്ള ആളുകൾ വേണ്ടത്ര ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇതിന് ജയിൽ വാർഡന്മാരും കൂട്ടുനിൽക്കുന്നതായി തന്നെയാണ് അന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സംഭവത്തെ തുടർന്ന് 2-3 ജയിൽ വാർഡന്മാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നിയമപരമായി സ്വീകരിച്ച ഒരു നടപടി. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ, അതായത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി 10-23 അടി ഉയരമുള്ള ജയിൽ മതിൽ ചാടിക്കടന്ന് പുറത്തു വന്നു. അതും ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യുന്ന ഫെൻസിങ് ചാടിക്കടന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി ജയിൽ അധികൃതരുടെ ഒത്താശ ഗോവിന്ദച്ചാമിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വിശ്വാസയോഗ്യമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജയിലിലുള്ള ആളുകൾക്ക് പുറമേ നിന്നും മദ്യവും ബീഡികളും കഞ്ചാവ് ബീഡികളും മൊബൈലും എറിഞ്ഞു കൊടുത്ത ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ തന്നെ ചോദിക്കുന്നത്. ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു വിഷയം മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് കൊല്ലം കാരണവർ വധക്കേസിൽ അറസ്റ്റിലായ ഷെറിൻ എന്ന് പറഞ്ഞ ഒരു യുവതിയെ ജയിൽ സൂപ്രണ്ടന്റ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ജയിലിലെ സെല്ല് അടച്ചതിന് ശേഷം അവരെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിറ്റേ ദിവസം ആണ് പിന്നെ അവരെ ജയിലിലേക്ക് കൊണ്ടുവിടുന്നത് എന്നാണ് അവരുടെ സഹതടവുകാരിയായിരുന്ന ഒരു യുവതി വെളിപ്പെടുത്തിയത്.
ജയിലിൽ ലൈംഗിക ബന്ധത്തിന് പോലും ഇത്തരത്തിൽ സാധ്യതകൾ ഏറുന്നു എന്ന് പറയുമ്പോൾ പുറമെ സ്വതന്ത്രനായി നടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിൽ ലഭിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് മാത്രമാണ് അവർക്ക് ആ തടവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തടവ് കൊണ്ട് അവർക്ക് മറ്റൊന്നും തന്നെ നഷ്ടമാകുന്നില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വൈകാതെ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.